പ്രജിൻ, ഇന്നലെയും ഇന്നുമായി സേനകളുടെ വാർത്താ സമ്മേളനം അസാധാരണ സ്വഭാവമുള്ള വാർത്താ സമ്മേളനമാണ്. എന്താണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തത്? ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം, അതിന് 9 ഭീകര കേന്ദ്രങ്ങൾ ആദ്യം തകർത്തു. അതിന് പാകിസ്ഥാന്റെ മറുപടി, ഭീകരർക്ക് വേണ്ടി അവർ നടത്തിയ യുദ്ധം അല്ലെങ്കിൽ അവർ നടത്തിയ പോരാട്ടം, ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു. പക്ഷെ ഒന്നുപോലും ലക്ഷ്യം കണ്ടില്ല എന്ന് തന്നെയല്ല, കനത്ത തിരിച്ചടി. ഇസ്ലാമാബാദിന് 10 കിലോമീറ്റർ അകലെയുള്ള, 10 കിലോ അല്ല, ഇസ്ലാമാബാദിൽ തന്നെയുള്ള വ്യോമതാവളം തകർത്ത്, അതുൾപ്പെടെ തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി. ഈ 2 ദിവസത്തെ വാർത്താ സമ്മേളനങ്ങളെ നമ്മൾ എങ്ങനെ വിശദീകരിക്കാം? എന്താണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആ വാർത്താ സമ്മേളനത്തിന്റെ രത്ന ചുരുക്കം എന്ന നിലയിൽ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ്? വിജയകുമാർ, കഴിഞ്ഞ ദിവസം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വ്യക്തമാക്കിയിരുന്നു ഇതേപോലെ DGMOയും ഒപ്പം മറ്റ് 2 സേനാ വിഭാഗങ്ങളുടെ മേധാവിമാർ. ഇന്നിപ്പോൾ അതിൽ കൂടുതലായി പറഞ്ഞത് കുറച്ചുകൂടി കൂടുതൽ വിശദാംശങ്ങളാണ്. എന്താണ്, ഏത് രീതിയിലാണ്, എവിടെയൊക്കെയാണ് ഇന്ത്യൻ പ്രഹരം പാകിസ്ഥാന്റെ മണ്ണിൽ ഉണ്ടായത്, അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചില ചിത്രങ്ങളും ഗ്രാഫുകളും അടക്കമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും ഈ സേനാ തലവന്മാർ ഉദ്ദേശിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതൊക്കെ ഇടങ്ങളിലാണ്, ഈ മാപ്പ് സഹിതമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. അതായത് ടാർഗറ്റ്സ് എൻഗേജ്ഡ് ബൈ IAF, അതായത് ഇന്ത്യൻ വ്യോമസേന എവിടെയൊക്കെയാണ്, പാകിസ്ഥാനിലെ എവിടെയൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത് എന്ന രീതിയിൽ ഒരു ഗ്രാഫ് തന്നെ അവർ നൽകിയിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 13 ഇടങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ നോക്കുക. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങൾ, അവിടെ പോയി ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയെങ്കിൽ അതിൻ്റെ ഗൗരവവും അതിൻ്റെ ധൈര്യവും ശക്തിയും ഒക്കെ എത്രമാത്രമുണ്ട് എന്ന് പ്രധാനമായും നോട്ട് ചെയ്യേണ്ടതാണ്. നോക്കുക, കറാച്ചി എന്ന് പറയുന്ന ഈ മേഖലയിൽ നമ്മൾ നേരത്തെ ഈ തുറമുഖവുമൊക്കെ ആക്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വലിയ തോതിൽ ഉയർന്നിരുന്നു. പക്ഷേ കറാച്ചി ഇന്ത്യൻ വ്യോമസേന അവിടെ സ്പോട്ട് ചെയ്തിരുന്നു, അവരുടെ ആക്രമണ പരിധിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇന്ന് വ്യക്തമാക്കുന്നത്. കറാച്ചി ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള പാകിസ്ഥാനിലെ ഹൈദരാബാദ് അടക്കമുള്ള പ്രദേശങ്ങൾ, പിന്നെ ലാഹോർ നമുക്കറിയാം ഇന്ത്യയുടെ അതിർത്തിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പാകിസ്ഥാനിലെ ലാഹോർ. അതോടൊപ്പം തന്നെ അതിന് തന്ത്രപ്രധാനമായ ചില പ്രത്യേകതകൾ കൂടി ഉണ്ട് നമുക്കറിയാം. മറ്റൊന്ന് നേരത്തെ വിജയകുമാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇസ്ലാമാബാദ്. അങ്ങനെ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളടക്കം ഏതാണ്ട് 13 മേഖലകൾ തുടർച്ചയായി ഇന്ത്യൻ വ്യോമസേനയുടെ ഈ പരിധിയിൽ, ആക്രമണ പരിധിയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കാനാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ഇന്ത്യയുടെ ഈ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഒരു ശക്തി എന്താണ് എന്ന് പറയാൻ വേണ്ടി അവിടെ ഈ ഇന്ത്യയുടെ ഒരു മൾട്ടി ലെയർ ഈ പ്രതിരോധ സംവിധാനം എന്താണ് എന്ന് കൃത്യമായി വരച്ചു കാട്ടുന്ന ഒരു ഗ്രാഫ് കൂടി ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുകയുണ്ടായി. അത് ഈ രീതിയിലാണ്. അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. അതായത് എന്താണ് ഈ മൾട്ടി ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം IACCS, അതായത് ഇൻറ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇൻറ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഒരു പെർട്ടിക്കുലർ സിസ്റ്റമാണ്. അതിൽ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് എതിരുള്ള ഏത് ശത്രു ആയിക്കോട്ടെ, അത് പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമായിക്കോട്ടെ, അവരിൽ നിന്നും വരുന്ന ആക്രമണത്തെ കൃത്യമായി ഡിറ്റക്ട് ചെയ്യാനും, അത് ഇനിയിപ്പോൾ ഒരു തവണ നമ്മുടെ കണ്ണിൽ പെട്ടില്ല എങ്കിൽ വീണ്ടും നമ്മുടെ അടുത്തേക്ക് കയറി വരുന്ന അത് ശത്രുവിൻ്റെ ഒരു മിസൈലോ ഡ്രോണോ അത് അടുത്ത ലെയറിൽ നമ്മൾ വെച്ചിരിക്കുന്ന മറ്റൊരു ഡിറ്റക്ടറിൽ അത് പെടും, അല്ലെങ്കിൽ മറ്റൊരു റഡാറിൽ അത് പെടും. അങ്ങനെ ഒരു മൾട്ടി ലെയർ ആയിട്ടുള്ള, ഒന്നിൽ നിന്ന് നമ്മളെ വെട്ടിച്ച് മുന്നോട്ട് കടന്നു കഴിഞ്ഞാൽ അടുത്ത ലെയറിൽ പിടികൂടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഡിഫൻസീവ് സിസ്റ്റമാണ് ഇന്ത്യക്കുള്ളത്. അത് ഈ രീതിയിൽ വിശദീകരിക്കുന്നു സൈന്യം. 200 കിലോമീറ്റർ പരിധിയിൽ നമ്മുടെ അതിർത്തി, ഇന്റർനാഷണൽ ബോർഡറിൽ അത്തരത്തിൽ ഒരു സംവിധാനം ഇതിനോടകം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്നാണ് സേന വ്യക്തമാക്കുന്നത്. അതിൽ എടുത്തു പറയുന്നതാണ് ഈ ഫസ്റ്റ് ലെയറിൽ കാണുന്നത്, അവിടെ ഡ്രോൺ ആൻഡ് മാൻപാഡ്സ്, അതായത് ഡ്രോണുകളെയൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള റഡാറുകൾ അതിൻ്റെ ആദ്യ ലെയറിലുണ്ട്. മറ്റൊന്ന് ഈ സെക്കൻഡ് ലെയർ ആണ്. സെക്കൻഡ് ലെയറിൽ കൃത്യമായിട്ട് പറയുന്നു ഡിഫൻസ് ആൻഡ് ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. അതായത് ഭൂമിയിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാൻ കഴിയുന്ന ചെറിയ സർഫേസിലുള്ള, ചെറിയ റേഞ്ചിലുള്ള മിസൈലുകൾ അടങ്ങിയതാണ് ഈ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത്. ഇനി തേർഡ് ലെയറിൽ പറയുന്നു മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. കുറച്ചുകൂടി ദൂരപരിധിയിലേക്ക് നമുക്ക് മിസൈലിനെ തൊടുക്കാൻ കഴിയുന്ന തേർഡ് ലെയർ ഉണ്ട്. പിന്നെ ഏറ്റവും ഒടുവിൽ 4th ലെയർ ഉണ്ട്. അവിടെയാണ് ഈ ലോങ് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ സംവിധാനമൊക്കെ ഉള്ളത്. അങ്ങനെ വിവിധ ലെയറുകളിലുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഈ IACS, ഇൻറ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആകാശ് എന്ന് പറയുന്ന നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗം കൂടിയാണിത് എന്നുകൂടി തിരിച്ചറിയുക. നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഈ ആകാശ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം. അതുപയോഗിച്ച് അതിന്റെ വ്യത്യസ്ത ലെയറുകൾ എന്താണെന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു ഇന്ന് സൈനിക ഉദ്യോഗസ്ഥർ ചെയ്തത്. അതോടൊപ്പം തന്നെ അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൂടി നോക്കുക. സർവൈലൻസ് റഡാറുണ്ട്. അത്
വ്യത്യസ്ത റേഞ്ചിലുള്ള ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും അകലെയുള്ള ശത്രുവിന്റെ ഡ്രോണുകളെയോ മിസൈലുകളെയോ അല്ലെങ്കിൽ അവരുടെ നീക്കത്തെയോ കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന സർവൈലൻസ് റഡാറുകളുണ്ട്. അതാണ് ഈ കാണുന്നത്. ഈ ഗ്രാഫിൽ ഈ ഭാഗത്ത് കാണിക്കുന്നത് എല്ലാം അത്തരത്തിലുള്ള സർവൈലൻസ് റഡാറുകളുടെ ഒരു ഡിപ്ലോയ്മെന്റ് ആണ്. അത് 200 കിലോമീറ്റർ ചുറ്റളവിൽ, അതായത് അതിർത്തിയിലെ 200 കിലോമീറ്റർ ചുറ്റളവിൽ അത് ഉണ്ട് എന്ന് സൈന്യം വ്യക്തമാക്കുകയാണ്. മറ്റൊന്ന് ലോങ് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ, മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ, പിന്നെ കൗണ്ടർ ഡ്രോൺ ആൻഡ് മാൻ പാഡ്സ്. അങ്ങനെ ആ രീതിയിൽ ശത്രുവിന്റെ ഏത് രീതിയിലുള്ള ആക്രമണത്തെയും തടുക്കാൻ സജ്ജമാണ് ഇന്ത്യ എന്ന് പറയുന്നു. നേരത്തെ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിനെ ക്രിക്കറ്റിനുമായി താരതമ്യം ചെയ്താണ് അദ്ദേഹം അത് പറഞ്ഞത്. മുമ്പ് ഈ 1970-കളിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഈ ടെസ്റ്റ് മാച്ചിലുള്ള സമയത്ത് ഓസ്ട്രേലിയൻ ബോളേഴ്സിന്റെ ബൗളിംഗിൽ എന്നാണ് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിര പാടെ തകർന്നു വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ സമയത്ത് ഉണ്ടായ ഒരു ചൊല്ലുണ്ട്. അതായത് ഇനിയിപ്പോ അലൻ തോമസിന് കിട്ടിയില്ലെങ്കിൽ ഡെന്നിസ് ലില്ലി അത് നേടും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ അതിനെ കണക്ട് ചെയ്ത് പറയുകയാണ്, ഇൻ കേസ് ഏതെങ്കിലും ഒരു ഡ്രോൺ നമ്മുടെ പരിധി കഴിഞ്ഞ് അകത്തേക്ക് കടന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ ലെയറിൽ ഏതെങ്കിലും ഒരു ലെയറിൽ അത് പെടും. അതുകൊണ്ട് ഇന്ത്യക്ക് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്, അത്രമാത്രം ആത്മവിശ്വാസമുണ്ട്. ഏത് സേനയും ഏത് രീതിയിലുള്ള ആക്രമണത്തെയും ചെറുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നുകൂടി പറയുന്നു. ഏറ്റവും ഒടുവിൽ ചില ഈ ഇവിടെ ശേഖരിച്ച, അതായത് പാകിസ്ഥാന്റെ ചില ആക്രമണത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സേന കൃത്യമായി പറയുന്നുണ്ട്. അത് വീഴ്ത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വീഴ്ത്തി കിട്ടിയ ചില അവശിഷ്ടങ്ങളുണ്ട്, ഡെറീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില ചിത്രങ്ങൾ കൂടി കാണിക്കുന്നുണ്ട്. ആ ചിത്രങ്ങളിൽ നമുക്ക് ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാനുള്ളത്, ഒന്ന് ഈ ചൈനീസ് നിർമ്മിത മിസൈലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ, FL-60 എന്ന് പറയുന്ന ചൈനീസ് നിർമ്മിത മിസൈൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന് ഈ സോങ്ര ഡ്രോണുകളാണ്, തുർക്കി നിർമ്മിത സോങ്ര ഡ്രോണുകളാണ്. ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് ചിത്രങ്ങൾ സഹിതം വ്യക്തമാക്കാൻ കൂടിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചത്. യെസ്, പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയും ഇന്നുമായി നടത്തിയ വാർത്താ സമ്മേളനം അത് യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യയുടെ ഈ വിഷയത്തിലെ നിലപാട്, സേനാ നേതൃത്വം എങ്ങനെയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്, അതിൽ 100% കൃത്യതയോടെ ആ ലക്ഷ്യം എങ്ങനെയാണ് നിറവേറ്റിയത്, പൂർത്തീകരിച്ചത് എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ കൂടി ഇന്ന് സേന പുറത്തുവിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് പ്രജിൻ പങ്കുവച്ചത് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്.